Hello guys, welcome to my channel Fun Time with JNK. സോ എന്താണ് ഇത്ര ഒരു പൊട്ട കോഴ്സ് ഞാൻ വന്നേക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന് ജൂൺ 2 ആണ്. ഇനി സ്കൂള് തുറക്കുവാണ്. വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണൊന്നും മഴയ്ക്ക് നേരത്തെയൊക്കെ എഴുന്നേക്കുന്ന ഗീസ്. ഇപ്പോൾ സമയം എത്രയെന്ന് വെച്ചാൽ 4 മണിയായി എന്നൊക്കെ കാണിച്ചു തരാം. കണ്ടില്ല ഗൈസ്, സമയം 4 മണിയായി. ഞാനിപ്പോൾ എണീറ്റുള്ളൂ. സോ എനിക്ക് തണുക്കുന്ന ഗൈസ്. ഇപ്പോൾ നമുക്കിനി നോർമൽ മോർണിംഗ് റൂട്ടീൻസ് എല്ലാം ചെയ്യാം. പല്ലിക്കൽ അതുപോലത്തെ പരിപാടികളല്ല. ഇനി കുളിക്കാനുണ്ട് ഗൈസ്. പക്ഷേ ഇവിടെ ഭയങ്കര തണുപ്പ്. ശരിക്കും ഞാൻ ഇറക്കി വെച്ചിട്ടായിട്ട് ഈ സംസാരിക്കുമ്പോഴേക്കായിരിക്കും ഇങ്ങനെ ആ സംഭവം വരുന്നത്. ഓക്കെ, സോ എനിക്ക് കുളിക്കാൻ നല്ല മടിയുണ്ട്. സെറ്റാക്കാം. എനിക്ക് മഴയൊക്കെ കുളിക്കാൻ പറ്റില്ല, എന്തായാലും നല്ല തണുപ്പുണ്ട് ഗൈസ്. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി ഫോർ സ്കൂൾ. സോ ഗൈസ്, ഞാൻ പല്ലൊക്കെ തേച്ചു ഗൈസ്, ബ്രഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഫേസ് വാഷ് തീരാറായിരിക്കുമായിരുന്നു. അവസാന ജീവനും കൂടി നെക്കിപ്പിഴിഞ്ഞാണ് ഗൈസ് ഞാൻ ഈ ഫേസ് മൊത്തം വാഷ് ചെയ്യാൻ യൂസ് ചെയ്തത്. അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ മുടി ഇന്നലെ രാത്രി പിന്നിട്ട് കിടന്നാണ്. ഇതൊക്കെ നമുക്കൊന്ന് ഊരി ജടയൊക്കെ കളഞ്ഞൊന്ന് സെറ്റ്. ഞാൻ ആക്ച്വലി ജടയെല്ലാം ഓൾറെഡി കളഞ്ഞിട്ടാണ് പിന്നിട്ട് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജട കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ. ജട കളയാതെ കിടക്കുന്നത് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ജട കുറവായിരിക്കും. സോ സിമ്പിളായിട്ടൊന്ന് ഈരി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ജടയെല്ലാം പോയി നമ്മൾ നീറ്റായി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുടി. സൈഡിൽ 2 ബാങ്ക്സ് വിസിബിളാണ് ഗൈസ്. സോ അതിൻ്റെ ഞാൻ റെഡി ആവുമായിരുന്നു. ഫസ്റ്റ് തന്നെ ഒരു മോയ്സ്ചറൈസർ എടുത്ത് ഞാൻ നല്ല വോയിസിൽ മൊത്തം പുരട്ടി നല്ല അടിപൊളി സെറ്റാക്കി സ്പഞ്ച് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ സൺസ്ക്രീൻ ഡോക്കിൻ്റെ SPF 50++++ൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. ഇത് അടിപൊളി സൺസ്ക്രീനാണ് കേട്ടോ. അടിപൊളി സൺസ്ക്രീനാണ്. നല്ല അത്യാവശ്യം നല്ല അടിപൊളി വൈറ്റ് കാസ്റ്റും ഇല്ല, ഒരുപാട് സ്റ്റിക്കിനെസ്സും ഇല്ലാത്ത അടിപൊളി സൺസ്ക്രീനാണ്. സോ നമ്മളത് നല്ലപോലെ തേക്കുന്നുണ്ട്. സ്റ്റിക്കിനെസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ട്, പക്ഷെ ഒരുപാടില്ല. ഞാൻ പണ്ട് യൂസ് ചെയ്ത സൺസ്ക്രീൻ വെച്ച് നോക്കുമ്പോൾ ഒരുപാടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ടാൽക്കം പൗഡർ ഇട്ടു. ഇത് ഞാൻ സ്പീഡിൽ കാണിക്കുന്ന കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂടുവാണ്, അതുകൊണ്ടാണ്. സോ ടാൽക്കം പൗഡർ ഇട്ടു. പിന്നെ ഐലൻഡർ വെച്ച് കണ്ണെഴുതി. പിന്നെ ഞാൻ അങ്ങനെ വേറൊന്നും ചെയ്തില്ല. എനിക്ക് ലിപ്സ്റ്റിക്കൊന്നും ഇടാൻ പറ്റില്ലല്ലോ സ്കൂളിലോട്ട്. സോ അതുകൊണ്ട് തന്നെ അതിന് പകരമായിട്ട് ഞാൻ ടിൻറ്റഡ് ലിപ് ബാമാണ് ഇടുന്നത്. സോ മഴക്കാലം കൂടി ചുണ്ട് ഡ്രൈ ആവാതെ ഇരിക്കും. സോ നമുക്കൊരു ചെറിയൊരു കളറും ചുണ്ടിന് വരും. നമുക്ക് എന്ത് ചെയ്യാം, യൂണിഫോമൊക്കെ ഇട്ട് പതിയെ റെഡിയാം. കുറേ സമയം എടുക്കും, പതിയെ റെഡിയാൽ മതി. അതിന് നമുക്ക് താഴ്ന്നു പോകാം. നമ്മുടെ അമ്മ അവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. സോ നമുക്ക് താഴ്ന്നു പോയി നോക്കാം. ഇതെന്തിൻ്റെ ഉള്ള കടലാണ്. ഇപ്പം പുട്ടാണോ? പുട്ടും കടലയും പിന്നെ പരിപ്പോര് വയ്ക്കുന്നുണ്ട്. അപ്പം അടുക്കളയിലെല്ലാം സെറ്റാണ് ഗൈസ്. നമുക്കിനി മുകളിലോട്ട് ഗൈസ്, നമുക്കിനി യൂണിഫോം ഇടാം ഗൈസ്. ഇട്ടിട്ട് വരാം ബേബി. സോ ഞാൻ യൂണിഫോം ഇട്ടിട്ടുണ്ട്. ഇത്തിരി ഇറങ്ങിപ്പോയ പോലെ ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല കേസ്. ഇറങ്ങിപ്പോയെന്ന് വെച്ചാൽ ആ ഒരു വയറ്റിൻ്റെ ആ ഒരു ഭാഗത്തെ വേസ്റ്റ് ഇത്തിരി ഇറങ്ങിപ്പോയാലോ തോന്നുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല കേസ്, അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ്. എന്തായാലും അപ്പോൾ ഞാൻ മുടി കെട്ടൽ പരിപാടിയിലോട്ട് പോട്ടെ. ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളതെന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ രണ്ടിടത്തൊക്കെ ബ്രൈഡ് ചെയ്തിടാം, അല്ലെങ്കിൽ പോണിറ്റെയിൽ കിട്ടിയിട്ട് അത് ബ്രൈഡ് ചെയ്യാം. അപ്പോൾ നമുക്കിനി സംതിങ് വെറൈറ്റി ചെയ്യാം. ഫസ്റ്റ് ഡേയും കൂടി സംതിങ് വെറൈറ്റി ചെയ്യാം. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഒരു സ്റ്റൈൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് കെട്ടി നോക്കാം ഗൈസ്. എനിക്ക് ക്യാമറയിൽ നോക്കി കിട്ടാൻ പറ്റില്ല, കെട്ടിയിട്ട് തരാം. അങ്ങനെ ഏകദേശം നോക്കി കെട്ടിയതാണ്. ഈ ഭാഗം അത്ര കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി പിന്നെ നമുക്ക് ഈ ഭാഗം കൊണ്ട് ചെയ്യാം. ഇത് ആക്ച്വലി ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് ഗൈസ്. ആദ്യം കുറച്ച് ഭാഗത്തുനിന്ന് സൈഡിൽ നിന്ന് കുറച്ച് മുടി എടുക്കുക, അത് നോർമലി ബ്രെയ്ഡ് ചെയ്യുക. എന്നിട്ട് അടുത്ത ബ്രെയ്ഡ് ചെയ്യുന്നത് മുതൽ അതിൽ ഇങ്ങനെ ഇത്തിരി സ്ട്രാങ്സ് അടിയിൽ നിന്ന് എടുത്തെടുത്ത് ബ്രെയ്ഡ് ചെയ്യുക. ഫൈനലി ക്ലിപ്പ് കുത്തി വെച്ചിട്ട് ബാക്കിയുള്ള ഫുൾ ഭാഗത്തിന് ഇതുപോലെ ഒരുമിച്ചങ്ങ് ബ്രെയ്ഡ് ചെയ്തിട്ടാണ് ഗൈസ്. ഞാൻ പറഞ്ഞ് ക്ലിയർ ആണോ എന്നറിയില്ല. എന്നിവ ഈസിയാണ് സംഭവം. ഈ സ്റ്റൈലിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. നമുക്ക് സ്പ്രേ അടിക്കാം ഗൈസ്. സോക്സ് കവറിൽ നിന്ന് പൊട്ടിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. നമ്മൾ ഏകദേശം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സംഭവം കൂടി ഉണ്ട് ഗൈസ്. എല്ലാ ലുക്കും പോകാൻ പോകുന്നത് നമ്മുടെ ഈ കണ്ണാടി വെക്കൽ ചടങ്ങിലായിരിക്കും. സ്വാഭാവികം. സമയം എത്രയും 5:54 5:54.
അങ്ങനെ കഴിച്ച് ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു. പുട്ടും പിന്നെ കള്ളക്കറിയുമായിരുന്നു. സോ നല്ലൊരു നാടൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിരുന്നു. സോ അതെല്ലാം കൂട്ടി അടിപൊളിയായിട്ട് ഫുഡെല്ലാം കഴിച്ച് പോവാം. എനിക്ക് ഇന്ന് മ്യൂസിക് ഉണ്ട്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഡേ ഓപ്പണിംഗ് ഡേക്ക് എനിക്കൊരു മ്യൂസിക് ഉണ്ട്, പാട്ട് പാടാനുണ്ട്. ജസ്റ്റ് ഗ്രൂപ്പ് സോങ് ആണ്. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ വി ആർ ഓൺ ദ വേ ആണ് സ്കൂളിലോട്ട് പോകാനുള്ള. അത്യാവശ്യം ദൂരമൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ കുറച്ചധികം നേരത്തെ ഇറങ്ങിയാലാണ് എനിക്ക് സ്കൂളിലെത്താൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കുറച്ച് നേരം ഫ്രണ്ട്സിനെല്ലാം കണ്ട് അടിപൊളിയായതിനു ശേഷം ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിൽ വന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് പാട്ട് പ്രാക്ടീസാണ്, പാടുന്നതിന് മുമ്പുള്ളൊരു ക്യൂക്ക് പ്രാക്ടീസ് സെഷൻ പോലെ. സോ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു പാട്ടൊക്കെ പാടി അങ്ങനെയൊക്കെ ഇരിക്കാനൊക്കെ ആയിട്ട്. നല്ല ഫണ്ണായിരുന്നു. അങ്ങനെ അതെല്ലാം പാടി റീ ഓപ്പണിംഗ് ഡേ എല്ലാം കഴിഞ്ഞു. നല്ല ദിവസമായിരുന്നു. സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ വിട്ട് വന്നപ്പോൾ അതേ അമ്മ നല്ല പഴംപൊരി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോസിൽ കുറച്ച് കുറവായിരിക്കും. ഞാൻ സ്കൂളിലൊക്കെ പോകും, ചേച്ചിയായിരിക്കും ഇനി ഇത് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. സോ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.